ലേഖൻ അയാം കലാം കെ ബഹാനെ എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അയാം കലാം കെ ബഹാനെ എന്നുള്ളത് ഒരു ഫിൽമി ലേഖാണ്. റൈറ്റർ മിഹിർ ആണ്. നമ്മുടെ കഥയിലെ അല്ലെ ഈ ഒരു ഫിൽമി ലേഖിലെ ഒരു കഥാപാത്രം കൂടെയാണ് ഈ ഒരു റൈറ്റർ മിഹിർ. ഓക്കെ, ഇവിടെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? മിഹിർ ഉണ്ട്, മോർപാൽ ഉണ്ട്, ചോട്ടു എന്ന കലാം ഉണ്ട്, രൺവിജയ് ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? മറന്നുപോയിട്ടില്ലല്ലോ. നോക്കാം, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. മിഹിർ കാ സാഥി കോൻ ഥാ? മിഹിറിന്റെ സാഥി കൂട്ടുകാരൻ ആരാണ്? മിഹിറിന്റെ കൂട്ടുകാരൻ മോർപാൽ ആയിരുന്നു അല്ലെ? മിഹിറിന്റെ കൂട്ടുകാരൻ ആരായിരുന്നു? മോർപാൽ ആണ്. 4 കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. രണ്ടുപേര് തമ്മിൽ ഫ്രണ്ട്സ് ആണ്. അപ്പൊ മിഹിറിന്റെ കൂട്ടുകാർ ഒരിക്കലും ചോട്ടു എന്ന കലാമല്ല. ആരാണ്? മിഹിറിന്റെ കൂട്ടുകാരൻ മോർപാൽ ആണ്. നോക്കൂ, മിഹിർ ഓർ മോർപാൽ കെ ബീച്ച് കാ സൗദാ ക്യാ ഥാ? അവർ തമ്മിലുള്ള ഒരു വ്യവഹാരം അല്ലെ, സൗദ, ഒരു കൊടുക്കൽ വാങ്ങലുണ്ട്, ഒരു കച്ചവടം ഉണ്ട്. അതെന്തായിരുന്നു? നോക്കൂ, ഖാനെ കി അദലാ ബദലിക, ഭക്ഷണ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമായിരുന്നു. ഇതാണ് അവർ തമ്മിലുള്ള സൗദ. അയാം കലാം ഫിലിം കെ മുഖ്യ പാത്ര കോൻ കോൻ ഹേ? അയാം കലാം എന്ന സിനിമയിലെ, അപ്പൊ ഈ ഫിൽമി ലേഖിനകത്ത് ഒരു സിനിമയെ കുറിച്ചാണല്ലോ പറയുന്നത്. ആ സിനിമയുടെ പേരെന്തായിരുന്നു? അയാം കലാം എന്നായിരുന്നു. ആ സിനിമയിലെ നിദേശക ആരായിരുന്നു? ഡയറക്ടർ ആരായിരുന്നു? നീൽ മാധവ് പാണ്ഡെ ആയിരുന്നു. ഇപ്പൊ ചോദിക്കുന്നത് ആ സിനിമയിലെ മുഖ്യ കഥാപാത്രങ്ങൾ ആരൊക്കെയായിരുന്നു എന്നാണ്. ഒന്ന് നോക്കിക്കേ. ചോട്ടു എന്ന കലാമും രൺവിജയുമായിരുന്നു. നമുക്കറിയാതെ അല്ലേ? നോക്കൂ, ചോട്ടു കഹാം കാം കർത്താ ഹേ? ചോട്ടു എവിടെയാണ് ജോലി ചെയ്യുന്നത്? ചോട്ടു എവിടെയാണ് ജോലി ചെയ്യുന്നത്? നോക്കിയേ, ബാട്ടി സാക്കി ചായ് കി ധടി മേ അല്ലെ, ബാട്ടി സാബിന്റെ ചായക്കടയിലാണ് ജോലി ചെയ്യുന്നത്. രൺവിജയ് കോൻ ഥാ? രൺവിജയ് ആരായിരുന്നു? ഢാണി കെ റാണ കാ ബേട്ട, ഢാണിയിലെ റാണയുടെ മകനായിരുന്നു. ഹിന്ദി ഭാഷൻ പ്രതിയോഗിത മേ പ്രഥം പുരസ്കാർ കിസ്കോ മില? ഹിന്ദി ഭാഷൻ പ്രതിയോഗിതയില് ആദ്യത്തെ പുരസ്കാരം കിട്ടിയത് ആർക്കായിരുന്നു? രൺവിജയിനായിരുന്നു അല്ലേ? നോക്കൂ, ഇനി മിഹിറിനെയും മോർപാലിനെയും നമുക്ക് ഒന്നുകൂടെ പരിചയപ്പെടാം. അവരെ സ്വഭാവങ്ങൾ എങ്ങനെയാന്നൊക്കെ നമുക്കൊന്ന് ഈ ഒരു സ്ലൈഡിൽ നോക്കാം. നോക്കിയേ, മിഹിർ അമീർ ഗർകാൽ എടുക്കാത. മിഹിർ നല്ല പണക്കാരനാണല്ലേ? ഉസേ സ്കൂൾ ജാന ബിൽക്കുൽ പസന്ത് നഹീ ഥാ? അവന് സ്കൂളിൽ പോവാൻ വളരെയധികം ഇഷ്ടമൊന്നും ആയിരുന്നില്ല. ചുട്ടി കെ ദിനോ മേ ബഖുഷ് രഹതാ ഥാ? ലീവുള്ള ദിവസങ്ങളിലൊക്കെ അവർ വളരെയധികം സന്തോഷമായിരുന്നു. യൂണിഫോം പെഹന്ന ഉസേ ബുറാ ലഗ്താ ഥാ? യൂണിഫോം ധരിക്കുന്നത് അവന് എന്തോ വലിയ തെറ്റ് അല്ലെ, ഇഷ്ടമല്ല അല്ലെ? ഉസ്കാ ജീവൻ സുഖ് സേ സമ്പന്നത? അവന്റെ ജീവിതം, അവന്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്? എപ്പോഴും സുഖം മാത്രമേ ഉള്ളൂ, സന്തോഷം മാത്രമേ ഉള്ളൂ അവന് അല്ലെ? മോർപാൽ ഗരീബ് ഗർകാൽ എടുക്കാത? മോർപാൽ എങ്ങനെയാണ്? ഒരു ഗരീബാണ്, പാവപ്പെട്ട ആളാണ് അല്ലെ? ഉസേ സ്കൂൾ ജാന പസന്ദത? അവന് സ്കൂളിൽ പോവാൻ ഇഷ്ടമാണ്. ചുട്ടി കെ ദിൻ ഉസേ ബുറാ ലഗ്താ ഥാ? ലീവുള്ള ദിവസമൊക്കെ അവന് വളരെയധികം വിഷമമാണ്. വ ഹർ ദിൻ യൂണിഫോം പെഹൻകർ ചൽത്താ ഥാ? എല്ലാ ദിവസവും അവൻ യൂണിഫോം ധരിച്ച് മാത്രമാണ് സ്കൂളിലേക്ക് പോവാറ്. ഉസ്കാ ജീവൻ അഭാവവും സേ ഭരാധ? അവന്റെ ജീവിതം എങ്ങനെയാണ്? അഭാവങ്ങള് കൂടുതലുള്ളതാണെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കിയേ, ഹമാരാ സൗദാദ ഖേൽ ഖണ്ഡി മേ ഖാന കി അദലാ ബദലിക? ഞങ്ങളുടെ ഒരു രീതിയായിരുന്നു എന്ത്? ഡ്രിൽ പീരീഡ് ഭക്ഷണ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക എന്നുള്ളത്. इस प्रसंग को लेकर मोरपाल और मिहिर के बीच का संभावित वार्तालाप कल्पना करके लिखिए. അല്ലെ? അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോൺവെർസേഷൻ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണ സാധനങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ട ഒരു കോൺവെർസേഷൻ ആണ് ഇവിടെ എഴുതാൻ പോകുന്നത്. അപ്പൊ ഇത് പട്കഥയായും ചോദിക്കാം. പട്കഥയുടെ ഫോർമാറ്റ് എന്തൊക്കെയായിരുന്നു? അതെ, ദൃശ്യേക്ക്, സ്ഥാൻ, സമയ്, പാത്ര അല്ലെ? അത് കഴിഞ്ഞിട്ട് വേഷഭൂഷയൊക്കെ നമുക്ക് ആ ഒരു കഥാപാത്രത്തിന്റെ ബ്രാക്കറ്റിൽ എഴുതി കൊടുക്കാം. അത് കഴിഞ്ഞ് ദൃശ്യിക, വിവരൺ, പിന്നെ സംവാദ് അല്ലെ? അപ്പൊ ആ സംവാദമായിട്ട് ഇത് കൂട്ടിക്കോ. ഓക്കെ, അപ്പൊ മോർപാൽ പറയാണ്, അരേ യാർ ക്യാ ഹം ഖാന ഖായേ? എന്താണ്, നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? അപ്പൊ മിഹിർ പറയാ, ഹാ മുझे भी भूख लगती है, എനിക്കും വിശക്കുന്നുണ്ട്. അപ്പൊ മോർപാൽ പറയാ, ആജ് ക്യാ ലായാ ഹേ തൂ? ഇന്ന് നീ എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ മിഹിർ പറയുന്നുണ്ട്, രാജ്മാ ചാവൽ. അതെ, രാജ്മാ ചാവലാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. മോർപാൽ പറയാ, ആജ് ബി? ഇന്നുമോ? മിഹിർ, ഹാ. മോർപാൽ, രാജ്മാ മുझे बहुत पसंद है. രാജ്മ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. മിഹിർ,
തു ക്യാ ലായാ ഹേ, നീ എന്താ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് മിഹിർ മോർപാലിനോട് ചോദിക്കുകയാണ്. അപ്പൊ മോർപാൽ പറയാണ് ഥോടാ ചാച്ച്, കുറച്ച് മോര് അല്ലേ. മിഹിർ പറയാണ് ചാച്ച് മുझे बहुत पसंद है. ചാച്ച് മോരോ, അതെനിക്ക് വളരെയധികം ഇഷ്ടമാണ്. മോർപാൽ പറയാണ് ചാച്ച് തേരി കംസോരി ഹേ നാ, ആ എനിക്ക് അറിയാം നിനക്ക് മോര് ഭയങ്കര വീക്ക്നെസ് ആണല്ലോ. മിഹിർ പറയാണ് ഹാ കൽ ഡിബ്ബ ഭർക്കെ ചാച്ച് ലേ ആനാ, നാളെ ഡിബ്ബ നിറച്ചും ഈ ചാച്ച് കൊണ്ടുവാ എന്ന് പറയാണ്. മോർപാൽ പറയാ മാസേ കഹ്ദു, അമ്മയോട് ഞാൻ പറയാം. മിഹിർ ചലോ ഹം ഖായേ, വാ നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പോവാണ് അല്ലേ. അപ്പോ അടുത്ത ചോദ്യം മാച്ച് ദ ഫോളോയിങ് ആണ്. മോർപാൽ റോസ് സൈക്കിൾ ചലാക്കർ സ്കൂൾ ആത്താ ഥാ, മോർപാൽ ഇന്നും സൈക്കിൾ ചവിട്ടിയാണ് സ്കൂളിലേക്ക് വരുന്നത്. മിഹിർ കേലിയെ സ്കൂൾ യൂണിഫോം ബോജ് ദി, മിഹിറിന് സ്കൂൾ യൂണിഫോം ഒരു ഭാരമായിരുന്നു. ചോട്ടു സിർഫ് ചോട്ടു ഹോക്കർ ജീന നഹി ചാഹത്ത, ചോട്ടു ചോട്ടു ആയിട്ട് ഇരിക്കാനല്ല കലാമിനെ പോലെ ആകണമെന്നാണ് ചോട്ടു ആഗ്രഹിച്ചത് അല്ലേ. രൺവിജയ് നോക്കൂ, രൺവിജയ് ഭാഷൻ മേ പ്രഥം പുരസ്കാർ പാത്താ ഹേ, അതായത് രൺവിജയ് പ്രസംഗ മത്സരത്തില് ഫസ്റ്റ് പ്രൈസ് കിട്ടി അല്ലെ, ഫസ്റ്റ് പ്രൈസ് നേടി എന്നാണ് പറയുന്നത്. ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ ടൂട്ടാ പഹിയ എന്ന കവിതയും അതുപോലെ തന്നെ ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന കവിതയും സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കുന്ന രീതിക്ക് പഠിക്കാൻ പോവാണ്. നമുക്ക് നോക്കാം. ടൂട്ടാ പഹിയ എന്ന കവിത എഴുതിയത് ധർമ്മവീർ ഭാരതിയാണ്. ഓക്കെ, ആ കവിതയില് ഇതൊരു പ്രതീകാത്മക കവിതയാണ് നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ. നോക്കൂ, ടൂട്ടാ പഹിയ ലഘു മാനവ് കാ പ്രതീക് ഹൈ, അക്ഷൗഹിണി സേന शक्ति और अधिकार का प्रतीक है, अभिमन्यु अधर्म के विरोधी के प्रतीक है, महारथी अधर्मी का प्रतीक है, ब्रह्मास्त्र अधिकार का प्रतीक है, चक्रव्यूह समस्याओं का प्रतीक है. ओके, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട പോയിന്റുകളാണ്. കാരണം നമ്മൾ ഈ ഒരു പാഠത്തിനെ ബേസ് ചെയ്തൊരു ആശയം എഴുതാനോ ആസ്വാദന കുറിപ്പ് എഴുതാനോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്തെഴുതും? സ്റ്റാർട്ടിങ് റൈറ്ററിന്റെ പേര് എഴുതുന്നു, ഈ കവിതയുടെ വിശേഷണങ്ങൾ എഴുതുന്നു. നാലാമതായിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതുന്ന കൂട്ടത്തിൽ നമ്മൾ ഇതൊരു പ്രതീകാത്മക കവിതയാണെന്ന് പറയുമ്പോൾ ഇത്രയും പോയിന്റ്സുകൾ നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. ഇതും കൂടെ അവിടെ ഉൾപ്പെടുത്താൻ സാധിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ടൂട്ടാ പഹിയ കവിത धर्मवीर भारती. आधुनिक हिंदी साहित्य के एक प्रमुख कवि श्री धर्मवीर भारती की एक बहुचर्चित कविता है टूटा पहिया. वह पुराण पर आधारित एक कविता है, एक प्रतीकात्मक रचना है. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രതീകാത്മക രചന എന്ന് പറഞ്ഞു, അതിനുശേഷം ഇസ്മേ ടൂട്ടാ പഹിയ ലഘുമാനവ് അഭിമന്യു ഉച്ചമാനവ് ചക്രവ്യൂഹ സമസ്യായേ മഹാരഥി അധികാരി ആദി കാ പ്രതീക് ഹൈ എടുത്തു പറഞ്ഞിരിക്കുന്നു. ഇസ് കവിത മേ ടൂട്ടാ പഹിയ ലഘുമാനവ് കാ പ്രതീക് ഹൈ. प्रस्तुत पंक्तियों में महाभारत युद्ध के अधर्म की ओर संकेत किया है. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞു അല്ലെ. ഇനി ബാക്കി കവിതയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ, അതും കൂടെ ജനറലൈസ് ചെയ്ത് നമ്മൾ എഴുതി ഉൾപ്പെടുത്തി കൊടുക്കണം. യഹാ കൗരവ പക്ഷ കെ മഹാരഥി നിരായുധ അഭിമന്യു പർ ആക്രമൺ കർത്തേ ഹെ. ഇവിടെ കൗരവ പക്ഷത്തുള്ള അധികാരികള് നിരായുധനായിട്ടുള്ള അഭിമന്യുവിനെ ആക്രമിക്കുന്ന കഥയാണ് അല്ലെ ഒരു കവിതയിൽ പറയുന്നത്. महारथी ये असत्य जानकर भी अभिमन्यु को कुचल देना चाहता है. ഇവിടെ മഹാരഥിമാർക്ക് അറിയാം അവർ ചെയ്യുന്നത് തെറ്റാണെന്ന്, എന്നിട്ട് പോലും ഇവിടെ അഭിമന്യുവിനെ ചവിട്ടി മെതിക്കുകയാണ്. കവി कहना चाहते हैं कि अंतिम विजय अधर्मियों का नहीं धर्मियों का है. निरायुध पर आक्रमण करना सत्य के विरुद्ध है. जरूरत के अवसर पर अभिमन्यु टूटे पहिए का सहारा लेता है. उसी प्रकार सच्चाई की स्थापना के लिए हमारे सामने जो भी चीज आएगी उसे बेकार मत समझना. आज के समाज के शोषित जन शोषण के विरुद्ध आवाज उड़ाने का आह्वान भी इसमें है. അല്ലേ, അപ്പൊ ഇവിടെ പറയുന്നത് നമ്മുടെ സത്യം അല്ലെങ്കിൽ ജയം എന്നുള്ളത് ധർമ്മത്തിന്റെ കൂടെയാണെന്നും അധർമ്മികളുടേതല്ലെന്നുമാണ് ഈ ഒരു കവിതയിൽ നമുക്ക് തരുന്ന സന്ദേശം. ഓക്കെ, ഇനി നമുക്ക് ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന കവിതയുടെ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്നുള്ളത് നരേഷ് സക്സേന എഴുതിയ ടിപ്പണി നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ വിനോദ് കുമാർ ശുക്ലജി എഴുതിയ കവിതയും നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്നുള്ള കവിത എഴുതിയത് വിനോദ് കുമാർ ശുക്ലജി ആണ്, മറക്കരുത്.
ഇനി ഇതിന്റെ ടിപ്പണി എഴുതിയ സാരാംശം എഴുതിയ ആളാണ് ആര്? നരേഷ് സക്സേന. ഓക്കെ, നോക്കാം വൺ വേർഡ് ചോദ്യങ്ങൾ നോക്കാം. ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ किसकी कविता है? विनोद कुमार शुक्ल जी की. हताशा से एक व्यक्ति बैठ गया था, टिप्पणी किसकी है? नरेश सक्सेना की. हताशा से एक व्यक्ति बैठ गया था, പാഠ് കാ സന്ദേശ് ക്യാ ഹെ? എന്താണ് ആ പാഠത്തിന്റെ മുഴുവനായ സന്ദേശം? മനുഷ്യക്കോ മനുഷ്യക്ക് തര ജാനനെ കി പ്രേരണ. അതായത് ദോ മനുഷ്യോं के बीच മനുഷ്യതാ കാ എഹ്സാസ് യാനി മാനവീയ സംവേദന ഹോനി ജറൂരി ഹെ. അല്ലെ, രണ്ട് മനുഷ്യർക്കിടയിൽ മനുഷ്യത്വം വേണം. അല്ലെ, മാനവീയ സംവേദന എന്താണ്? മനുഷ്യത്വം അത് വേണം. ജാൻകാരിയാം ജറൂരി നഹി ഹെ, അറിയണം എന്നൊരു നിർബന്ധവും ഇല്ല എന്നാണ് പറയുന്നത്. നോക്കാം, ജാനന ശബ്ദ की रूढ़िग्रस्त अर्थ क्या है? നമുക്കറിയാം അല്ലെ, ഈ ഒരു ചാപ്റ്ററിൽ കവി അറിയുക എന്ന വാക്കിന്റെ രൂഢീഗ്രസ്ത ആധാരത്തിനെ കുറിച്ചും അതുപോലെ തന്നെ അറിയുക എന്ന വാക്കിന്റെ ശരിക്കുമുള്ള അർത്ഥത്തെ കുറിച്ചും പറയുന്നുണ്ട്. രൂഢീഗ്രസ്ത ആധാർ എന്തൊക്കെയായിരുന്നു? ജാനന ശബ്ദ की रूढ़िग्रस्त ആധാർ ഹെ നാം, പത്ത, ഉമ്ര, ജാതി, ഓഹദ എന്നിവ. എന്തൊക്കെയാണ്? നാം, പത്ത, ഉമ്ര, ജാതി, ഓഹദ എന്നുള്ളത് രൂഢീഗ്രസ്ത ആധാരാണ്. ജാനന ശബ്ദ की രൂഢീഗ്രസ്ത ആധാരാണ്. ഓക്കെ, ഇനി ജാനന ശബ്ദ की സഹി ആധാർ എന്തൊക്കെയാണ്? ഓക്കെ, ഹതാശ, നിരാശ, അസഹായത. ഇതാണ് जानना शब्द की असली आधार. ओके, നോക്കൂ, जानने का असली आधार क्या है? हताशा, निराशा, असहायता या संकट से जानना जानने का असली आधार है. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞത്. ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ അപ്പൊ അതിലൊരു കവിയും ഉണ്ട്, അതുപോലെ തന്നെ എക്സ്ട്രാ ഒരു ടിപ്പണിക്കാരും ഉണ്ട്. ടിപ്പണിക്കാരന്റെ പേരെന്താണ്? നരേഷ് സക്സേന അല്ലെ. അപ്പൊ ആ പാഠത്തിൽ പറയുന്ന കുറച്ച് പോയിന്റ്സുകൾ ഉണ്ട്. എന്താണ്? ഹിന്ദി കെ പ്രസിദ്ധ കവി വിനോദ് കുമാർ ശുക്ല ജി की कविता है हताशा से एक व्यक्ति बैठ गया था. അടുത്ത പോയിന്റ് എഴുതാണ് എന്ത്? इस कविता पर नरेश सक्सेना ने टिप्पणी लिखी. ओके, इस कविता में कवि कहते हैं जानना शब्द की रूढ़िग्रस्त आधार എന്തൊക്കെയാണ്? नाम, पता, उम्र, जाति, ओहदा. उनके अनुसार जानना शब्द की सही आधार क्या क्या है? हताशा, निराशा, असहायता. ओके, इस कविता की प्रमुख അല്ലെങ്കിൽ इस कविता के केंद्र बिंदु क्या है? അതായത് ഈ ഒരു കവിതയിലെ ആശയം എന്താണ്? മനുഷ്യക്കോ മനുഷ്യക്ക് തര ജാനനെ കി പ്രേരണ. ഇത്രയുമാണ് എന്ത്? ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന ചാപ്റ്ററിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.